കണ്ണൂർ സീറ്റിനായി പാർട്ടി മുൾമുനയിൽ നിർത്തിയ പിടിവാശിക്കൊടുവിൽ കോൺഗ്രസ് നേതൃത്വത്തിന് വഴങ്ങി കെ സുധാകരൻ കോൺഗ്രസിൽ ഉറച്ചു നിൽക്കുമെന്നും പാർട്ടിക്കെതിരെ മത്സരിക്കാനില്ലെന്നും സുധാകരൻ പറഞ്ഞു. പാർട്ടി എത്രയോ വലുതാണ്, ഞാൻ എത്രയോ ചെറുതാണ്. ഞാൻ എന്ത് പാർട്ടിയെ വെല്ലുവിളിക്കാനാണ്? ഞാൻ പാർട്ടിക്ക് വിധേയമായി നിൽക്കാൻ തന്നെയാണ് എന്റെ തീരുമാനം. അതനുസരിച്ച് മുൻപോട്ട് ഞാൻ പോകും. ഖാർഗെ നേരിട്ട് ഫോൺ വിളിച്ച് നടത്തിയ ചർച്ചയിലാണ് സുധാകരൻ അയഞ്ഞത്. എംപിമാർ മത്സരിച്ച് ഉപതെരഞ്ഞെടുപ്പ് വിളിച്ചു വരുത്തരുതെന്ന് ഖാർഗെ സുധാകരനോട് ആവശ്യപ്പെട്ടു. മറ്റ് വിഷയങ്ങൾ രാഹുൽ ഗാന്ധി കൂടി പങ്കെടുക്കുന്ന കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്യാമെന്നും ഖാർഗെ വ്യക്തമാക്കി. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ശരത്ലാലും കണ്ണൂരിൽ നിന്ന് നിഖിൽ അളവൂരും ചേരുന്നു. ആദ്യം ശരത്തിലേക്കാണ്. ശരത്ത്, ഒടുവിൽ അത് സംഭവിച്ചിരിക്കുന്നു. കെ സുധാകരൻ കൈവിടില്ല, കൈപിടിച്ച് തന്നെ തുടരും, മത്സരിക്കാനില്ലെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു. വലിയ പ്രതിസന്ധിയിലേക്ക് കോൺഗ്രസ് പാർട്ടിയെ കൊണ്ടുപോയേക്കാവുന്ന ഒരു തീരുമാനത്തിൽ നിന്നാണ് ഏറ്റവും ഒടുവിൽ ഖാർഗെയുമായി കൂടി നടത്തിയ കൂടിക്കാഴ്ചയിൽ സുധാകരൻ അയഞ്ഞത്, പിൻവാങ്ങിയത്. നേതൃത്വത്തിന് മുൻപിൽ വഴങ്ങിയിരിക്കുന്നു സുധാകരൻ. അതെ, അതുതന്നെയാണ്. കാരണം കോൺഗ്രസിന്റെ സമ്മർദ്ദത്തിന് മുമ്പിൽ സുധാകരൻ വഴങ്ങിയിരിക്കുന്നു എന്നതാണ്. നേരത്തെയുള്ള സുധാകരന്റെ സമ്മർദ്ദത്തിൽ കോൺഗ്രസ് വഴങ്ങുന്നു എന്നത് നേരെ തിരിച്ച സുധാകരൻ വഴങ്ങിയിരിക്കുന്നു എന്നതാണ്. അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് കേൾക്കാം. കോൺഗ്രസ്സുകാരനാണ്, എല്ലാ കോൺഗ്രസ്സുകാരും കേൾക്കാൻ, ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസ്സുകാർ കേൾക്കാൻ ആഗ്രഹിക്കുന്ന വാക്കുകളാണ് കെ സുധാകരന്റെ വായിൽ നിന്ന് അല്ലെങ്കിൽ നാവിൽ നിന്ന് വന്നിരിക്കുന്നത്. ഇതിന് പിന്നിലേക്ക് കെ സുധാകരൻ പറയുന്ന കാര്യമുണ്ട്. മല്ലികാർജുന ഖാർഗെയുമായി സംസാരിച്ചു. ഖാർഗെ കാര്യങ്ങളൊക്കെ ഉറപ്പു തന്നിട്ടുണ്ട്. കാരണം ബൈ ഇലക്ഷൻ ഉണ്ടാക്കി അത്തരത്തിലേക്ക് എംപിമാർ മത്സരിച്ച ഒരു ബൈ ഇലക്ഷൻ ഉണ്ടാക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് മാത്രമാണ് അത്തരം ഒരു തീരുമാനം എടുത്തത് എന്നതാണ് ഖാർഗെ സുധാകരനെ അറിയിച്ചത്. ഏതായാലും രാഹുൽ ഗാന്ധി കൂടി വന്ന ശേഷം അടുത്ത പാർലമെന്റ് ദിവസങ്ങളിൽ ഒരു കൂടിക്കാഴ്ച നടത്തും എന്ന് അദ്ദേഹം മല്ലികാർജുന ഖാർഗെ സുധാകരനോട് ആശ്വസിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് വേണം പറയാം. എന്നാൽ 4 ദിവസം അദ്ദേഹം സുധാകരൻ ഒരു വിമത ശബ്ദം അല്ലെങ്കിൽ സുധാകരനെ പോലെ ഒരു നേതാവ് 4 ദിവസം ഒരു ഫ്ളാറ്റിൽ, അതും ഗോദാവരി ഫ്ളാറ്റിൽ 301 റൂം അടച്ചിട്ടുകൊണ്ട് ഇരുന്ന ഒരു പ്രതിഷേധം, അത് ഇത്ര പെട്ടെന്ന് മഞ്ഞുരുക്കിയതിന് പിന്നിൽ എന്താണ് കോൺഗ്രസ് ഹൈക്കമാൻഡിലെ വാഗ്ദാനമെന്ന് നമുക്കറിയേണ്ടതുണ്ട്. നിലവിലുള്ള സാഹചര്യത്തിൽ ഖാർഗെയെ ഒരു ഫോൺ വിളിച്ചാൽ തീരുന്നതാണ് പ്രശ്നമെങ്കിൽ എത്രയോ തവണ കോൺഗ്രസിലെ വിവിധ നേതാക്കൾ സുധാകരനുമായിട്ട് ടെലിഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. ഖാർഗെ അടക്കം സുധാകരനോട് നേരത്തെ സംസാരിക്കാനും അല്ലെ രാഹുൽ ഗാന്ധി സംസാരിച്ചാൽ പ്രശ്നം തീരുമെന്നും അല്ലെ ഖാർഗെ സംസാരിച്ചാൽ പ്രശ്നം തീരുമെന്ന് ഒരു സൂചന ഈ നേതാക്കളോട്, കെ സി വേണുഗോപാൽ അടക്കമുള്ള അല്ലെങ്കിൽ എ പി അനിൽകുമാറുള്ള നേതാക്കൾ, അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കളോട് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 4 ദിവസത്തെ ഇത്തരം ഒരു വിഷയം ഉദ്ഭവിക്കില്ല, അല്ലെ അത്തരം ഒരു വിഷയം ഉണ്ടാകില്ല എന്നാണ്. ഏതായാലും ഇന്നത്തെ സുധാകരന്റെ ബോഡി ലാംഗ്വേജും സുധാകരന്റെ താൻ കോൺഗ്രസ്സുകാരനാണ്, കോൺഗ്രസിനെ പൂർണ്ണരൂപത്തിൽ കോൺഗ്രസ് നേതൃത്വത്തെ അംഗീകരിക്കും എന്നുള്ള, താൻ മത്സരിക്കില്ല, സീറ്റ് പാർട്ടി തന്നാൽ മത്സരിക്കും തുടങ്ങിയ ഇത്തരം വാചകങ്ങളിലൊക്കെ തന്നെ ഒരു ധാരണ ഒളിഞ്ഞു കിടക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും. ഏതായാലും ഇതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് സണ്ണി ജോസഫായിരിക്കും. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫായിരിക്കും. നേരിയ കടുത്ത മത്സരം നടക്കുന്ന അദ്ദേഹത്തെ മണ്ഡലത്തിൽ കെ സുധാകരന്റെ, ഈ പാർട്ടിക്കാരനെന്ന കെ സുധാകരന്റെ, അല്ലെ പാർട്ടി അംഗീകരിക്കുന്നു എന്ന കെ സുധാകരന്റെ ഈ വാക്കുകൾ ഏറ്റവും കൂടുതൽ കാതിൽ മധുരമായി തോന്നുന്നത് അദ്ദേഹത്തിനായിരിക്കും. കാരണം അദ്ദേഹത്തിന്റെ കടുത്ത ഒരു പ്രതിസന്ധിയിലേക്കാണ് കെ സുധാകരന്റെ മൗനം, 4 ദിവസത്തെ മൗനം തള്ളിവിട്ടത്. അതൊക്കെ നോക്കുമ്പോൾ ഒരു ഹൈക്കമാൻഡ് കാര്യമായ എന്തെങ്കിലും ഒരു വാഗ്ദാനം അല്ലെങ്കിൽ കാര്യമായിട്ട് എന്തെങ്കിലും ഒരു ധാരണ കെ സുധാകരനുമായി ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അദ്ദേഹത്തിന്റെ വാക്കുകളും അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജും അദ്ദേഹത്തിന്റെ ഒരു ഒരു ആത്മവിശ്വാസവും കാണുമ്പോൾ നമുക്ക് അതാണ് കാണുന്നത്. താൻ കോൺഗ്രസ്സുകാരനാണ്, തനിക്ക് വേറെ എന്താ വഴി, ആ രീതിയിലുള്ള അദ്ദേഹത്തിന്റെ വാചകങ്ങളിലൊക്കെ പോകുമ്പോൾ അദ്ദേഹം എളിമയുടെ ഒരു മാതൃകയായി മാറുന്ന ഒരു കാഴ്ച കൂടി കാണുന്നുണ്ട്. ആ എളിമയ്ക്ക് പിറകിൽ എന്താണ് ധാരണ എന്ന് നമുക്ക് അറിയേണ്ടി വരും. അത് മല്ലികാർജുന ഖാർഗെയുടെ ഒരു കോളിൽ നിന്നുണ്ടായ ധാരണയാണ് എന്ന്, അല്ലെങ്കിൽ ടെലിഫോൺ സംഭാഷണത്തിലുണ്ടായ ഒരു ധാരണയാണെന്ന് നമുക്ക് കരുതാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ എന്താണ് ആ ധാരണ? ഇനി തന്റെ അനുയായികളോടും തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇറങ്ങാൻ അദ്ദേഹം ആഹ്വാനവും ചെയ്യുന്നുണ്ട്. അതേപോലെ പട്ടിക വന്നില്ലെങ്കിലും താൻ കോൺഗ്രസ്സുകാരനായിരിക്കും എന്നതും അദ്ദേഹം ആവർത്തിക്കുന്നു. ഏതായാലും മത്സരിക്കാനുള്ള മോഹം പാടെ, അതായത് താൻ സ്ഥാനാർത്ഥിയല്ല എന്നുള്ള പാടെ വ്യക്തമാക്കുന്നതാണ് അദ്ദേഹത്തിന്റെ ഇന്നത്തെ ഈ പ്രതികരണങ്ങൾ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.
ശരി, കണ്ണൂരിൽ നിന്ന് നിഖിൽ അളവൂർ കൂടി വിവരങ്ങൾ നൽകാറുണ്ട്. നിഖിൽ, അങ്ങനെ വലിയൊരു പ്രതിസന്ധിക്ക് കോൺഗ്രസിന് മുൻപുണ്ടായിരുന്ന വലിയൊരു വെല്ലുവിളിക്ക് അവസാനമായിരിക്കുന്നു. കെ സുധാകരൻ പാർട്ടിയെ വെല്ലുവിളിച്ച് മുന്നോട്ട് പോകാനില്ല, അദ്ദേഹം പാർട്ടിയിൽ തന്നെ തുടരും, അച്ചടക്കമുള്ള പ്രവർത്തകൻ എന്ന നിലയിലായിരിക്കും ഇവരുടെ പ്രവർത്തനമെന്ന് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് പ്രകടമാണ്. അത് തരത്തിലായിരിക്കും അദ്ദേഹത്തിന്റെ അനുയായികളും കണ്ണൂരിലെ അനുയായികളും അനുസരിക്കുക. തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ മുൻനിർത്തി പ്രചാരണ പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകാനുള്ള നീക്കത്തിലായിരിക്കും ഇനി. എപ്പോഴേക്കായിരിക്കും സുധാകരൻ കണ്ണൂരിലെത്തുക? ഇന്ന് പുലർച്ചെ 12:45 കൂടി കെ സുധാകരൻ കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് എത്തിച്ചേരുമെന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ പറഞ്ഞതുപോലെ കെ സുധാകരന്റെ വാക്കുകൾ എല്ലാ കാലത്തും കണ്ണൂരിലെ കോൺഗ്രസുകാർക്ക് വലിയ ആവേശമായി മാറാറുണ്ട്. അത് ഏത് കാര്യത്തിലായാലും അവർക്ക് മുന്നിട്ടിറങ്ങാനുള്ള ആവേശമായി എന്നും മാറാറുള്ളതാണ് കെ സുധാകരന്റെ വാക്കുകൾ. ഈ അടുത്ത കാലത്ത് കെ സുധാകരന്റെ ഭാഗത്തു നിന്ന് വന്ന പ്രതികരണങ്ങളിൽ കോൺഗ്രസ് പ്രവർത്തകർക്ക് ആത്മവിശ്വാസവും ആവേശവും പകരുന്ന ഏറ്റവും മികച്ച പ്രതികരണം എന്ന് വേണം ഇന്നത്തെ അദ്ദേഹത്തിന്റെ പ്രതികരണത്തെ കാണാൻ. ആ നിലയ്ക്ക് അദ്ദേഹത്തിന്റെ അണികളും അതിനെ ഏറ്റെടുത്ത് കഴിഞ്ഞു എന്നുള്ളതാണ് കണ്ണൂരിൽ നിന്ന് നമുക്കിപ്പോൾ മനസ്സിലാക്കാനും പറയാനും കഴിയുന്ന കാര്യം. കാരണം വലിയൊരു ആശയക്കുഴപ്പത്തിലായിരുന്നു കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി കോൺഗ്രസ് പ്രവർത്തകരാകെ ഉണ്ടായിരുന്നത്. കാരണം കെ സുധാകരൻ എന്ന് പറയുന്ന അവരുടെ ഏറ്റവും വലിയ നേതാവിനെ, കണ്ണൂരിലെ കോൺഗ്രസുകാരെ സംബന്ധിച്ചിടത്തോളം വൈകാരികമായി എത്രത്തോളം അടുപ്പമുള്ള കെ സുധാകരൻ എന്ന് പറയുന്ന ഒരു നേതാവ് കോൺഗ്രസിനോട് അകന്ന്, ഈ സീറ്റ് ആവശ്യവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കോൺഗ്രസിനോട് അകന്ന് നിൽക്കുന്നതായിരുന്നു സാഹചര്യം. ഒരു ഘട്ടത്തിൽ അദ്ദേഹം പാർട്ടി വിടുന്നു എന്ന തരത്തിലേക്ക് വരെ കാര്യങ്ങൾ പോകുന്നു. ഈ സമയത്ത് കണ്ണൂരിലെ കോൺഗ്രസ് പ്രവർത്തകർ വലിയ ആശയക്കുഴപ്പത്തിലായിരുന്നു. കാരണം കെ സുധാകരനൊപ്പം നിൽക്കണമോ പാർട്ടിക്കൊപ്പം നിൽക്കണമോ എന്നൊരു ആശയക്കുഴപ്പം കോൺഗ്രസിലെ വലിയൊരു വിഭാഗത്തിന് ഉണ്ടായിരുന്നു. അത് ഈ കെ സുധാകരൻ അനുയായികൾ അല്ലെങ്കിൽ സുധാകരൻ അനുകൂലികൾ എന്ന നിലയിൽ DCC ഓഫീസിന് മുന്നിലേക്ക് എത്തിയവരോ പന്തം കൊളുത്തി പ്രകടനം നടത്തിയവരോ അല്ല. പകരം കണ്ണൂരിൽ യഥാർത്ഥ കോൺഗ്രസ് പ്രവർത്തകർ എന്ന നിലയിൽ കോൺഗ്രസിനെ അത്രത്തോളം ഇഷ്ടപ്പെട്ടും സ്നേഹിച്ചും കഴിയുന്ന ഒരുപാട് പേർ അത്തരത്തിലൊരു ആശയക്കുഴപ്പത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. എന്തായാലും കെ സുധാകരന്റെ ആ വളരെ ചെറിയ പ്രതികരണത്തിലൂടെ ആ ആശയക്കുഴപ്പം മാറുന്നു. കോൺഗ്രസിന്റെ കണ്ണൂരിലെ പ്രവർത്തകർക്ക് അതൊരു ഊർജ്ജമായി മാറുന്നു എന്നതിൽ യാതൊരു തർക്കവുമില്ല. അത് കോൺഗ്രസ് പ്രവർത്തകർക്കുള്ള ആവേശം ഊർജ്ജം എന്നതിനപ്പുറത്തേക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂരിൽ അഴീക്കോടും പേരാവൂരും ഈ കണ്ണൂർ നിയോജക മണ്ഡലത്തിലും കുറച്ചുകൂടി അപ്പുറത്തേക്ക് കടന്നാൽ മട്ടന്നൂരിൽ ഉൾപ്പെടെ അത് പ്രവർത്തകർക്ക് വലിയ ആവേശമായി മാറുകയാണ്. ഈ 20 ദിവസം മാത്രം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ശേഷിക്കെ കെ സുധാകരൻ എല്ലാ മണ്ഡലങ്ങളിലും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ എത്തും എന്ന് പ്രഖ്യാപിക്കുന്നു. തങ്ങൾ ഭരണത്തിൽ എത്തുമെന്ന് മാധ്യമങ്ങളോട് പറഞ്ഞിട്ടാണ് അദ്ദേഹം ഡൽഹിയിൽ നിന്ന് വിമാനത്തിലേക്ക് കയറാൻ വിമാനത്താവളത്തിനകത്തേക്ക് പോകുന്നത്. അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ കഴിഞ്ഞ ഒരാഴ്ച ഉണ്ടായിരുന്ന പ്രതിസന്ധിയും ആശയക്കുഴപ്പവും മാറി കോൺഗ്രസ് പ്രവർത്തകർക്ക് അത് നൽകുന്ന ആവേശം ചെറുതല്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. നമുക്ക് സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ നോക്കിയാൽ ഈ കെ സുധാകരന്റെ ഈ നിലപാട്, പാർട്ടിക്കൊപ്പം നിൽക്കാനുള്ള നിലപാടിനെ ആ പ്രവർത്തകർ എങ്ങനെ സ്വീകരിക്കുന്നു എന്നത് വളരെ വ്യക്തമായി കാണാൻ കൂടി കഴിയുന്നുണ്ട്. ഏതായാലും ആ വലിയൊരു പ്രശ്നവും ആശയക്കുഴപ്പവും അവസാനിച്ചതിന്റെ വലിയ ആശ്വാസം കോൺഗ്രസ് പ്രവർത്തകരിൽ കണ്ണൂരിൽ കാണാനുണ്ട്. ഈ കഴിഞ്ഞ ഒരാഴ്ചക്കാലത്തോളം നഷ്ടമായ സമയം അത് കെ സുധാകരൻ കണ്ണൂരിലെത്തി തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് സജീവമാകുന്നതിലൂടെ തിരിച്ചു പിടിക്കാമെന്ന വലിയ പ്രതീക്ഷയിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ മാറുന്നതാണ് കണ്ണൂരിലെ ഇപ്പോഴത്തെ കാഴ്ച. ഏതായാലും 12:45 കൂടി കെ സുധാകരൻ കണ്ണൂർ വിമാനത്താവളത്തിൽ എത്തുമ്പോൾ അവിടെ അദ്ദേഹത്തെ സ്വീകരിക്കാൻ ഉൾപ്പെടെ പ്രവർത്തകർ എത്തുമെന്നാണ് നമ്മൾ കരുതുന്നത്. ശരി, നിഖിൽ അളവൂരാണ് കണ്ണൂരിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. ഏതായാലും അസ്വാരസ്യങ്ങൾ അയയുന്നു, കലാപക്കൊടി താഴ്ന്നിരിക്കുന്നു. കെ സുധാകരൻ പാർട്ടിക്കൊപ്പം തന്നെ തുടരും. അദ്ദേഹം കേരളത്തിലെത്തുന്നതോടുകൂടി ഇനിയിപ്പോൾ വരും ദിവസങ്ങളിൽ, അടുത്ത ദിവസം തന്നെ പ്രചാരണത്തിനുള്ള പരിപാടികളിലേക്ക്, മറ്റ് കാര്യങ്ങളിലേക്കെല്ലാം പാർട്ടി കടക്കും. ഒരു വശത്ത് അസ്വാരസ്യങ്ങളെല്ലാം ഒഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്.